മുഖമൂടിയിട്ടൊരു കാട്ടാളക്കൂട്ടം തൂവെള്ളയിട്ടൂരി ചുറ്റിടുമ്പോൾ കാട്ടാളരെന്ന് മറന്നിടേണ്ട. എന്തിനാ പോയത്? സിയാക്കളെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ്. അപ്പുറത്തെ സമസ്തയുടെ ഒരു നേതാവ് സിയാക്കളെ സംഘടനയ്ക്ക് വേണ്ടി സിയാക്കളെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇറാനിൽ പോയി സിയാക്കളെ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ ചന്ദ്രികാ പത്രത്തിൽ വായിക്കുന്നത്, ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. ഡോക്ടർ നദവി ഇറാനിൽ തിരൂരങ്ങാടി ടെഹ്റാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര സിയാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ ബഹാഉദ്ദീൻ നദവി ഇറാനിലെത്തി. സിയാ ആഘോഷമായ ഈദുൽ ഖദീറിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കാനാണ് നദവി ഇറാനിലെത്തിയത്. അപ്പുറത്തെ സമസ്തന്റെ നേതാവ് സിയാക്കളെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇറാനിൽ പോയി. ഞാൻ കണ്ണൂരിന്ന് ചോദിച്ചു, അദ്ദേഹം അവിടുന്ന് പ്രസംഗിച്ച CD ഒന്ന് പ്രസിദ്ധീകരിക്കാൻ ധൈര്യമുണ്ടോ? സുന്നത്ത് ജമാഅത്തിന്റെ എതിരായ സിയാക്കൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നരകത്തിലാണ്, ഉമർ ഇബ്നു ഖത്താബ് നരകത്തിലാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നരകത്തിലാണ്, സഹാബത്തൊക്കെ നരകത്തിലാണ്, അലി ഇബ്നു അബീ താലിബ് ധൈര്യമില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന സിയാക്കളില്ലേ? ആ സിയാക്കളെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സമസ്തയുടെ നേതാക്കൾ സുന്നികൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അപ്പുറത്ത് സമസ്തയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും മുസ്ലിമീങ്ങൾ പെട്ടുപോയെങ്കിൽ ഉടനെ പിരിഞ്ഞോടമേ, ആഖിറം രക്ഷപ്പെടുത്തമേ. സിയാക്കളെ സമ്മേളനത്തിൽ പോകുന്നൊരു സമസ്തയില്ല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ ദീനാണ്. അത് താജുൽ ഉലമ നേതൃത്വം കൊടുക്കുന്നതാണ്, ഖമറുൽ ഉലമ നേതൃത്വം കൊടുക്കുന്നതാണ്, നൂറുൽ ഉലമ നേതൃത്വം കൊടുക്കുന്നതാണ്, കൻസുൽ ഉലമ നേതൃത്വം കൊടുക്കുന്നതാണ്. അത് വിട്ടുകൊണ്ട് സിയാക്കളെ സമ്മേളനത്തിൽ പോകുന്നവരെ ഞങ്ങൾക്ക് പണ്ഡിതന്മാരായി അംഗീകരിക്കാൻ കഴിയില്ല. അത് തുറന്ന് പറയുന്നു. റസൂലുള്ളാഹിന്റെ സൈർ മുബാറക്കിനെ എതിർക്കുന്നവരെ ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായി അംഗീകരിക്കാൻ കഴിയില്ല. അതിനാരും ചൊറിയണ്ട. ഇവരോട് കൂടെ കൂടിയ ചിലർക്കും വലിയ അസുഖമുണ്ട്. ഒരു ഷജറ നേതാവ് ഉണ്ടല്ലോ, പിന്നെ വയനാടുള്ള ഒരുത്തൻ, ഒക്കെ അടങ്ങി നിന്ന് അല്ലെങ്കിൽ ശരിക്ക് കൊടുക്കും. ഓരോന്നിനും ആദർശപരമായി എല്ലാത്തിനും പോസ്റ്റ് ഇടുന്ന ചില ആളുകളുണ്ട്. ആ മാനന്തവാടിക്കാരനും അയാൾക്കെന്താ ഇപ്പൊ നമ്മൾ പോകുന്നതിന് തടസ്സം? നിങ്ങളെ വിഷയങ്ങൾ ചർച്ച ചെയ്താൽ പോരെ? ഞങ്ങൾ സ്വതന്ത്രമായി ഞങ്ങൾക്ക് കാണാൻ പറ്റിയവരൊക്കെ കാണും. അതിന് അയാൾക്കെന്താ വിഷയം? നിങ്ങളെല്ലാവരും കൂടിയാലും ഇതൊന്നും ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്നത് എത്ര വ്യക്തമാണ്. അതുകൊണ്ട് ഈ നിലപാട് കൃത്യമായി ഞങ്ങളെ പോക്ക് വരവ് ഞങ്ങളെ സൗകര്യം പോലെ ചെയ്യും. അവസാനം ശൈഖുനാ മടവൂർ പറഞ്ഞു, മടവൂർ പറഞ്ഞു, അവരുമായി നമുക്ക് ബന്ധമില്ല, അവരുമായി ബന്ധമുള്ളവരോടും ബന്ധമില്ല. വഹാബിയോടാണത്. ഇതാ മടവൂരിന്റെ ത്വരീഖത്ത് പഠിച്ചോ? മടവൂരിന്റെ ത്വരീഖത്ത് വഹാബിനോട് കടുത്ത ദേഷ്യം. നമസ്കാരം, എല്ലാവർക്കും എന്റെ വിശുദ്ധനാശംസകൾ. ഞാൻ നാസർ ഫൈസി കുടത്തയ്യാണ്. നിങ്ങൾക്കത് നിർത്താനോ ഒന്നിനും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് ആരെ പലരോട് പോണ്ടെന്ന് പറഞ്ഞാൽ ഇജ്ജ് പോയിക്കണേ. പക്ഷെ മടവൂർ ശൈഖുനാന്റെ കദമിലാണ്, ആ മശൈഖന്മാരെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ പോണത്, ഞങ്ങൾ ചെയ്യണത് എന്ന് പറയാഞ്ഞാൽ മതി. നീ ഇജ്ജ് എവിടെയും പോയിക്കോ, അച്ഛാന്റെ അടുത്തേക്കോ അമ്മായിന്റെ അടുത്തേക്കോ എവിടേക്കോ ഇജ്ജ് പോയിക്കോ. പക്ഷെ ഇതൊക്കെ ശൈഖുന CM വലിയുള്ളാഹിയുടെ പേര് പറഞ്ഞാണ്ടാകുമ്പം അത് പറയേണ്ടി വരും. മനസ്സിലാകണ്ട എനിക്ക്? ഇജ്ജ് എന്താ ആദ്യം പറഞ്ഞിനി? വഹാബികളോട് ബന്ധം പാടില്ല, ബന്ധമുള്ളവരോടും ബന്ധം പാടില്ല, അത് മടവൂർ ശൈഖുനയുടെ ഉറപ്പാണ് എന്ന്. അത് പറഞ്ഞു എങ്ങനെ ചങ്ങായി പിന്നെ അങ്ങോട്ട് പോവുക? അപ്പൊ ഇജ്ജ് പോകുമ്പോ എന്നോട് ചോദിച്ചൂലേ? ചോദിച്ചാൻ പാടില്ല. ദത്താജി പോണ്ടിയോടുന്ന് ഇവൻ പറഞ്ഞിട്ട് നിങ്ങൾ ഷജറാന്ന്. ഇവൻ മറ്റവർക്കും കൂടി കണ്ടു. ഇവൻ സുഹാബിയാ. ആ ശങ്കരവർക്കുണ്ടല്ലോ, സുന്നി മുജാഹിദ് ജമാഅത്തൊക്കെ കൂടിക്കയറുന്ന ആ കുലാബി കാച്ചിന് അടുപ്പും കല്ലാണ്. ഇതും അടുപ്പും കല്ലാണ്, അതും അടുപ്പും കല്ലാണ്, രണ്ടൂട്ടരും അടുപ്പും കല്ലുകളാ. മറ്റേ ഉദവി പറഞ്ഞല്ലോ, നമുക്ക് അടുപ്പിന് 3 കല്ലുണ്ടാവും. അതായത് ഒരു ബിരിയാണി ചെമ്പ് വെക്കുകയാണെങ്കിൽ അത് വെറുതെ നിൽക്കില്ല, 3 കല്ലുണ്ടാവും. അതുപോലെ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമാഅത്തുൽ ഉലമയും ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബവും അതുപോലെ തന്നെ വളരെ പ്രധാനമായി മുസ്ലിം ലീഗ് പ്രസ്ഥാനം അത് അങ്ങനെ തന്നെ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എങ്ങനെ തകർക്കാൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും നമ്മൾ അതിന് ആർക്കും കൂട്ടു നിൽക്കരുത്. പഴയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം.
പാണക്കാട് കുടുംബം എല്ലാവരും ഒന്നിപ്പിക്കാനുള്ളവരാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്തയും ലീഗും എല്ലാം ഒന്നിച്ചു നിൽക്കണം. അതിനായിരിക്കട്ടെ ഇൻഷാല്ലാഹ് ശ്രമം. അപ്പോ ഇതിനൊക്കെ തീർച്ചയായിട്ടും ഈയിടെ അതിന് വിഘാതമായി എന്തൊക്കെയോ കേൾക്കുന്നു. നമ്മൾ അപശബ്ദങ്ങളാണ്, ഒരിക്കലും നമുക്ക് താല്പര്യമില്ലാത്ത, നമ്മളൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പരക്കെ വന്നുകൊണ്ടിരിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ ഐക്യതാ ബോധത്തിൽ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഈ പരിപാടിയിൽ എല്ലാവരും ഇൻഷാ അല്ലാഹ് വരുന്ന തിങ്കളാഴ്ച സംബന്ധിക്കുന്ന 4 മണിയാകുമ്പോഴേക്കും. രണ്ടാമത്തെ കാര്യം പറയുവാനുള്ളത്, നമുക്കറിയാം നമ്മുടെ ഹക്കീം ഉസ്താദ് ഉദവി ഇയാളത് കേട്ടുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഈ അടുപ്പുംകല്ല് ഇത് മറ്റുള്ള ഷജറാണ് വിലപ്പം കൂടിക്കാണ്ടേ. ഒരു ഷജറാണ് സുഹാബിയാണ്, വേറത്തെ മാറ്റം. നേരെ സുഹാബികളെക്കാൾ ഇത്രയോ നല്ല ഷജറാണ്, അറിയാൻ നമുക്കറിയാം. എത്രയോ നല്ലതാണ്. ഇവൻ ചൂടായപ്പം അയാൾക്കെന്താ നമ്മൾ പോയിന്, അയാളെത്ര പോസ്റ്റിലാണ് നിൽക്കുന്നത്, അയാൾക്കറിയടോ എൻ്റെ കാപ്പട്യം, നിങ്ങളെ കാപ്പട്യം ഓർക്ക് വ്യക്തമായി അറിയാം. 60,000 പൈസക്ക് എതിരില്ല ഇപ്പം പറയണ്ടേ, മൂപ്പര് പോസ്റ്റ് ഇട്ടീനി. ആർക്കാ അറിയാത്ത ഒരു ഭാഗത്തിന് തീർച്ചയായും മനസ്സിലായി കാപ്പടന്മാരാണല്ലോ. ഇനി മറ്റോട്ടർ കൂടി തിരിയാണ്ട്, മനസ്സിലായോ? അത് തിരിഞ്ഞോളും, അത് വൈകാതെ തിരി. കൂടെ കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കണല്ലോ കാപ്പടന്മാരാണല്ലോ. ഇനിയിപ്പോൾ വിലപ്പോൾ കൂടെ കൂട്ടുണ്ട്, ഓർക്കും മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ. പഴയ കാലത്ത് ഓരുണ്ടായില്ലെങ്കിലപ്പോൾ എത്ര സദസ്സുകൾ പഴയ കാലത്ത് നടത്തിയ പരിപാടിയൊക്കെ പോലെ പിന്തുണയോട് കൂടി ഇല്ലയോ. അന്നത്തെ പരിപാടി നടന്ന സദസ്സുകളൊക്കെ കണ്ടാലേ മനസ്സിലാവും. ഇന്ന് വയസ്സനായിക്കൾ തൊള്ളിക്കൊക്കെ ആയി അപ്പം എൻ്റെ സദസ്സ് ഇപ്പം ഒന്നുമില്ലേ, അതപ്പതിച്ച് പോയി കീപ്പെട്ട് ഇങ്ങനെ പോകുന്നു. കാരണം ഓലൊക്കെ കൈ കഴിഞ്ഞു. മുമ്പ് എൻ്റെ സദസ്സ് കുത്തിരുന്ന ആളുകളെ എനിക്കറിയാലോ, നമുക്കും അറിയാം, നമ്മളും കണ്ടിരിക്കണേ, നമ്മളെ കയ്യിലുണ്ടാക്കാം. പഴയ കാലത്ത് ഓരോ പ്രസംഗത്തൊക്കെ കാണാം. ഇന്നോ എൻ്റെ കഥ കഴിഞ്ഞു. ചൂടായിട്ടൊന്നും കാര്യമില്ല. ആൾക്കാർ ഇതും കാപ്പട്യം ബോധ്യപ്പെട്ടവരൊക്കെ പറയും, ഓരോട് ചൂടായിട്ടൊന്നും കാര്യമില്ല, മനസ്സിലായോ? ബാക്കി മൂപ്പര് തന്നോളൂ. കുറേ കാപ്പട്ടി എടുക്കും അറിയാലോ, ഓരോട് കുറേ പറഞ്ഞതൊക്കെ വല്ലത്തുണ്ടാവുമല്ലോ. ആണ്ട് വയ്ക്കാണ്ടേ നിങ്ങളൊന്ന് നോക്കി കുറച്ചാ കേട്ടത് ഞങ്ങൾ തള്ളി തരണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലേ ഞങ്ങളിപ്പോൾ നിലപാട് പറയാണ്. ഞങ്ങൾ ശംസുൽ ഉലമയുടെ നിലപാടിൽ പാണക്കാട് സാദാത്യങ്ങൾ അംഗീകരിച്ച് അവരെ പൊതു നേതൃത്വത്തെ അംഗീകരിച്ച് നിൽക്കുന്നു. ഞങ്ങളെ ഈ തീരുമാനം ധൈര്യം നിങ്ങളൊന്ന് മാറ്റിക്ക്, നിങ്ങളൊന്ന് പിൻവലിപ്പിക്ക്. അതിന് ചങ്ങായിയെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളുടെ മാറ്റേണ്ട കാര്യമുള്ളൂ, പിന്തിരിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അത് സ്വയം നിലപാട് മാറുകയും പിന്തിരിക്കുകയും ചെയ്യുന്നവരെ പിന്നെ എന്തിനാ നിലപാട് മാറ്റാനും പിന്തിരിപ്പിക്കാനും നിൽക്കണ്ടേ? ഞങ്ങൾക്ക് അതല്ല പണി. ഇന്നലെ പറഞ്ഞപ്പോൾ അതെ, ഞങ്ങൾ നിലപാട് തീരുമാനം എടുത്താൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, നിങ്ങൾക്ക് ധൈര്യം മാറ്റിയത്. അപ്പോൾ ഓൻ്റെ നിലപാടിൽ നിന്ന് ഓനെ മാറ്റാനും പിന്തിരിപ്പിക്കാനും കഴിയൂല, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നോക്കിയെന്നാ പറഞ്ഞത്. അതിനാവശ്യമില്ല. നിങ്ങൾക്ക് എത്ര ഞങ്ങളെ തൊള്ളിലെ കാറ്റ് കളയണേ. ഇജ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇജന്റെ നിലപാട് മാറുടൂ. അതെന്റെ പ്രകൃതിയായിട്ടുള്ള എനിക്കുള്ള ഒരു കഴിവാണ്. അതിന് ഞങ്ങൾ സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല. ഇതേ നിലപാട് മാറിയപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടേ ഇനി ഞങ്ങൾ മാറ്റിയിട്ടേ ഇനി എത്ര മാറിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം. ഉണ്ടാകണമെന്നുള്ള തീരുമാനിക്കുമ്പോൾ ഉണ്ടായിപ്പോയി. മറ്റതൊക്കെ കാരണങ്ങളാ. വിശപ്പ് മാറാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങളെ വിശ്വാസം എന്താ അറിയോ? കേട്ടോ, ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല, മാറ്റുന്നവൻ അള്ളയാണ്. ഭക്ഷണം അതിന്റെ കാരണമാണ്. മരുന്നിന് രോഗം മാറ്റാൻ കഴിയൂല, മാറ്റുന്നത് അല്ലാഹുവാണ്. മരുന്നതിന്റെ കാരണമാണ്. നബിയിനും വലിയനൊക്കെയും അള്ള കൊടുത്ത കഴിവല്ലാതെ ഒരു കഴിവുമില്ല. ഈ തൗഹീദ് മാറിയിട്ട് നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഔലിയാക്കൾ തരുമ്പോൾ അത് അള്ള തരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതാ ഹദീസിന്റെ ഭാഗം നോക്കിയാൽ തന്നെ ഔലിയാക്കൾ തരുന്ന ഓല കൈ ഞാനാവും കാലി ഞാനാകും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അതിനെ കുറിച്ച് പറയാം. ഇടപെടലല്ല, എനിക്കൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം, അതിനങ്ങന്റെ വിഷയത്തിൽ ഇടപെടണം. ഇപ്പോഴും ഇസ്തിഹാസ ഇടപെടലാറിന് നടക്കുക. എന്ത് ഇടപെടൽ? നേർക്ക് നേരാണ്, ചോദിക്കല്ലേ. ആരെങ്കിലും എന്നോട് പറഞ്ഞിട്ടാണോ അത് മാറിയത്? ഇക്കാലം വരായിട്ട് മുമ്പ് കുറെ നിലപാടുകളും തീരുമാനങ്ങളും എടുത്തില്ലോ. അതൊക്കെ ഇപ്പൊ ഇവിടെ ആര് പറഞ്ഞിട്ട് അത് മാറ്റിയത്? ആരാ എന്നെ കൊണ്ട് മാറ്റിപ്പിച്ച്? ആരും മാറ്റിപ്പിച്ചല്ല, ഓട്ടോമാറ്റിക്. ദിവസം ഒന്നൊന്ന് പറയും, അതിന് മറുപടി കുറച്ച് കഴിഞ്ഞാൽ പറയും, പിന്നെ അതിന് മറുപടി അറിയും. അതല്ല നിങ്ങളെ പരിപാടി തന്നെ. അത് തന്നെ പറയുന്നുണ്ട്, അത് കണ്ടോളി, കോമഡിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഹാലിളകിയിട്ട് കാര്യമല്ല. ഞങ്ങളെ നിലപാടിന് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയെങ്കിൽ നോക്കിക്കോളി. നിങ്ങളല്ലേ പറഞ്ഞു ഞങ്ങൾ രാവിലെ ഒന്ന് പറയും, വൈകുന്നേരം ഒന്ന് പറയും. ഓനെ മാറ്റാൻ പറയാം, നമ്മോടെ മുന്തിരിപ്പിക്കാണ്. നല്ല കോളായി. അന്നേരം ഉറച്ചാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓലൊക്കെ നിലപാട് മാറ്റാൻ പറ്റുമോ നോക്കിയാൽ പിന്നെ ഒരു കാര്യം ഉണ്ടാവും. ഇത് ഉറക്കാത്ത ഒരു നിലപാടും ഇല്ലാത്ത അന്നൊക്കെ മാറ്റാൻ നേരത്ത് കാര്യമുള്ളേ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ
ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.